വൈക്കം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷനായി മാറിയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാർ. തവണക്കടവ് വൈക്കം ജലപാതയിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പ് അനുവദിച്ച 3 സോളാർ ബോട്ടുകളുടെ സർവീസിൻ്റെയും വൈക്കം സ്റ്റേഷൻ ഓഫീസ് സൗരോർജ്ജവൽക്കരിക്കുന്നതിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലാഭത്തിന്റെ നിർവഹിച്ച മന്ത്രി, മികമിടുക്കനായ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സാധാരണക്കാരന് ഏറ്റവും ഉയർന്ന സൗകര്യങ്ങൾ നൽകണമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിജ്ഞാബദ്ധമായ പദ്ധതിയുടെ ഭാഗമാണ് ഭവന പദ്ധതികൾ. ഏതാണ്ട് 4 ലക്ഷത്തോളം പേർക്ക് പട്ടയം, ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തമായി കിടക്കാൻ 4 ലക്ഷം രൂപയുടെ ചെലവ് വരുന്ന ലൈഫ് പദ്ധതിയിലെ വീടുകൾ, ഫ്ലാറ്റുകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സാധാരണക്കാരുടെ ജീവന നിലവാരം ഉയർത്തി ഈ സംസ്ഥാനത്തെ പരമദരിദ്രരില്ലാത്ത, അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി ഇന്ത്യയിൽ ആദ്യമായി മാറ്റാൻ കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിൻ്റെ പരിഷ്കാരങ്ങളുടെ ഭാഗമാണ്. KSRTC ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും സൗകര്യമുള്ളതും ആഡംബരമുള്ളതുമായ വാഹനങ്ങൾ വാങ്ങി റോഡിലിറക്കിയത് സാധാരണക്കാരായ ആൾക്കാർക്ക് യാത്ര ചെയ്യാം, കുറഞ്ഞ ചെലവിൽ പൊതുഗതാഗതം നടത്തുക. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, KSRTC വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യം, ബസ് ചാർജ് വർദ്ധിപ്പിക്കാതെയാണ് KSRTC വിജയത്തിലേക്ക് നയിച്ചത് എന്നതാണ്. 4 സോളാർ ബോട്ടുകൾ സർവീസ് നടത്തുന്ന വൈക്കം ജലഗതാഗത രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. സോളാർ ബോട്ടുകളിൽ സമീപഭാവിയിൽ AC സൗകര്യം കൂടി ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ വൈക്കം MLA ശ്രീമതി CK ആശ അധ്യക്ഷത വഹിച്ചു. 2016 മുതൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അന്ന് ബഹുമാനായ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ശ്രീ പീയൂഷ് ഗോയലും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഈ നാടിനെ സമർപ്പിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യ ഇന്ന് ഏറ്റവും അഭിമാനകരമായ രീതിയിൽ അതിൻ്റെ സേവനം ഇവിടെ വൈക്കത്ത് ഫെറിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. വൈക്കം ബോട്ടിലിറ്റി എന്ന് പറയുമ്പോൾ വൈക്കത്തിൻ്റെ തന്നെ ഒരു മുഖമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. കായലിൻ്റെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശികുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KG രാജു, S ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദ് ബാബു, സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി V നായർ, ജലഗതാഗത വകുപ്പ് ട്രാഫിക് സൂപ്രണ്ട് M സുജിത്ത്, നവാൾട്ട് CEO സന്ദിത് തണ്ടശ്ശേരി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P ശശിധരൻ, MD ബാബുരാജ്, എബ്രഹാം പഴയകടവൻ തുടങ്ങിയവർ സംസാരിച്ചു. 2017 മുതൽ വൈക്കത്ത് സർവീസ് നടത്തുന്ന ആദിത്യയാണ് രാജ്യത്തെ ആദ്യ സോളാർ യാത്രാ ബോട്ട്. ഇതിനു പുറമെ ഇവിടെ സർവീസ് നടത്തുന്ന 3 ഡീസൽ ബോട്ടുകൾക്ക് പകരമായാണ് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച സോളാർ ഇലക്ട്രിക് ബോട്ടുകൾ വൈക്കത്തേക്ക് എത്തിയത്. ആദ്യ ബോട്ടിൻ്റെ 2ാം വെർഷനാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ബോട്ടുകൾ. ഓരോ ബോട്ടിലും 75 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. 3.15 കോടി രൂപയാണ് ഒരു ബോട്ടിൻ്റെ നിർമ്മാണ ചെലവ്. ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ബോട്ടുകൾക്ക് 80 കിലോവാട്ട് ബാറ്ററി ശേഷിയുണ്ട്. മണിക്കൂറിൽ ശരാശരി 10.8 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്തുന്ന ഇവയ്ക്ക് 15 മിനിറ്റിനുള്ളിൽ വൈക്കത്ത് നിന്ന് തവണക്കടവിലേക്ക് എത്താൻ കഴിയും. ശബ്ദ വായു മലിനീകരണമില്ലാതെ പരിസ്ഥിതി സൗഹൃദ യാത്രയാണ് ഇവ നൽകുന്നത്. വലിയ ചരിത്രം സൃഷ്ടിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ഉദ്ഘാടനത്തിലായിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും 3 സോളാർ ബോട്ടുകൾ കൂടെ വന്നു ചേരാണ് വൈക്കത്ത്. അപ്പോൾ മൊത്തം സോളാർ ബോട്ടുകളാണ് വൈക്കത്തുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് മുഴുവൻ 0 ഫ്യൂവലായി. അപ്പോൾ ഈ 3 ബോട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ സൈസ് കുറേ കൂടെ വലുതാണ്, ബോട്ടിൻ്റെ സോളാർ പ്ലാന്റ് കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ മുമ്പ് 6 മുതൽ 6 വരെ ഓടുന്ന ഫെറി ഇന്ന് 6 മുതൽ 9 വരെ ഓടാൻ പറ്റും. രാത്രിയും കൂടുതൽ സർവീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബോട്ടുകളിൽ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഫിഷ്യൻസി കൂടാൻ വേണ്ടി പോഡ് സിസ്റ്റമാണ്. പഴയ ഇൻബോർഡ് മാറി പോഡഡായി. അപ്പോൾ നിന്നുകൊണ്ട് തന്നെ ബോട്ടിനെ തിരിക്കാൻ പറ്റുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. കുറച്ചും കൂടെ ബെറ്ററായി പെർഫോമൻസ് ഒക്കെ. അതാണ് ഈ ബോട്ടുകളുടെ പ്രത്യേകത. വിഷൻ ന്യൂസ് വൈക്കം.